ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ ആൻറ്റിയമ്മയോട് ചെന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ അറിയാതെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. നീ എന്താ ഈ പറയുന്നത്, ഒന്ന് തെളിച്ച് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനസ കമ്പനിയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ കൃഷി എത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നു അവനേതോ മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുന്നത്? എനിക്ക് നല്ല സംശയമുണ്ട്. ആ കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ആ കൺമണി വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് കൺമണി ആ വീട്ടിലുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ കൺമണി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കൃഷി എവിടെ പോയി എന്ന് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെയും സംശയം. എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ആൻറ്റിയമ്മ, നമ്മളത് കണ്ടെത്തുക തന്നെ വേണം. നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കണ്ടെത്തുക തന്നെ വേണം. ആ കൺമണിയെ വിളിച്ച് ചോദിച്ചാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കൺമണിയാണെന്നുണ്ടെങ്കിൽ അത് ഭാഗ്യശ്രീയെയും ബലരാമനെയും ആ ഒരു ജാമ്യത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ആകെ ടെൻഷനിലിരിക്കുകയാണ്. കാരണം അവർ ചതിക്കുക എന്നൊക്കെയുള്ള ആശങ്കയിൽ. കൂടാതെ ബലരാമൻ്റെ ഒപ്പമാണല്ലോ കൃഷി സാറ്. ഇനി എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്നൊക്കെ പേടിയിൽ. അതെന്തായാലും ദേവിജിയോട് പറയാമെന്ന് പറഞ്ഞ് ദേവിജിയെ ഫോൺ ചെയ്ത് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. സാറേ ഞാൻ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ദേവിജിയോട് പറയുന്നുണ്ട്. അതെയോ, ആരാണ് കൺമണി വക്കീലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാഗ്യശ്രീയുടെ കാര്യം ബലരാമൻ്റെ കാര്യമൊക്കെ ദേവിജിയോട് പറയാനുണ്ട് കൺമണി. അങ്ങനെ അത് കേട്ട് ഒരുപാട് നെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് ദേവിജി. എന്തൊക്കെയാണ് കൺമണി നീ പറയുന്നത്, അവരെയൊക്കെ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കേണ്ടി വന്നു സാർ. കാരണം ക്രിസാറിൻ്റെ ഒപ്പം സെല്ലിലുള്ളത് ബലരാമനാണ്. അയാളാണ് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്ത് ഭാഗ്യശ്രീയൊക്കെ ഏർപ്പെടുത്തി ജാമ്യ പേപ്പറിൽ അവർ ക്രിസാറിനെ പുറത്തിറക്കി തരാമെന്ന് എനിക്ക് വാക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ അതൊക്കെ വിശ്വസിച്ചോ എന്നൊക്കെ ചോദിക്കേണ്ടി. എനിക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റിയില്ല സാർ, അവരെന്നെ നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് ദേവിജി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യശ്രീയാണ്. ബാലുവും സുമിത്രയും കൂടി അവളെ ഒരുപാട് ശകാരിക്കുകയും വഴക്ക് പറയുകയും എന്നൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം കൃഷിന് വേണ്ടി ജാമ്യത്തിന് നീ വക്കീലായിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പോവും. ഏട്ടൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം അത് ഞാൻ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. ഏട്ടൻ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്ന പോലെ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തർക്കിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. നീ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോളണം, ആ കൃഷിന് നീ ഒരിക്കലും ജാമ്യം എടുത്ത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിക്കുന്നുണ്ട്. അങ്ങനെ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഭാഗ്യശ്രീയെ ബാലു കൈനീട്ടി അടിക്കുന്നുണ്ട്. കാരണം ബോട്ടിക്ക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഭാഗ്യശ്രീ അങ്ങനെ തെറിച്ച് വീഴാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷിനെയും ബലരാമനെയും കാണിക്കുന്നുണ്ട്. ബലരാമൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം കൃഷിയുമായിട്ട് അടുക്കാൻ പറ്റിയ ഒരു സമയം, അവനുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റിയ സമയം, അത് ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. കൃഷിനാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ആകെ ദേഷ്യവും ചൊറിച്ചിലും ഉണ്ടാകുന്നുണ്ട്. അവൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ശത്രു എന്നുള്ള രീതിയിൽ അവനെ ദ്രോഹിക്കണം, ബുദ്ധിമുട്ടിക്കണം, ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്കാണ് ജാമ്യത്തിൽ കൺമണിക്ക് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള യാതൊരു വിവരവും നമ്മുടെ കൃഷിനില്ല. കാരണം ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് കൃഷി പെരുമാറാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. അങ്ങനെ ബലരാമൻ പറയുന്നുണ്ട്, നിനക്ക് ഇനി എന്നോടുള്ള ശത്രുത മാറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നോട് എനിക്ക് ഒരിക്കലും മാറില്ല, ഞാൻ നിന്നെ കൊന്നിട്ട് എൻ്റെ പക അടങ്ങുള്ളൂ എന്നൊക്കെ കൃഷി തിരിച്ച് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കൺമണി നമ്മൾ ഭാഗ്യശ്രീയെ വിളിച്ചു നോക്കുകയാണ്. അങ്ങനെ ഭാഗ്യശ്രീ ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് കണ്ട് കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കാരണം ആ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് കേട്ടോ കൺമണി.